ചില സമയത്ത് ഫീൽഡിലുള്ള ഒരു താരം പുറത്തേക്ക് പോകുന്നു. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ ടൈം നോക്കിയിട്ട് അതൊക്കെ നോക്കാറുണ്ട്. പിന്നെ അദ്ദേഹം വീണ്ടും ബാറ്റിങ്ങിനേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്ര സമയം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പാടുള്ളൂ, അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മളുടെ BCCI ICC പ്ലേയിങ് കണ്ടീഷൻസിലും BCCI പ്ലേയിങ് കണ്ടീഷനിലും വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നോമിനേറ്റഡ് പ്ലേയിങ് 11 ആൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്ക് ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഷ്റൂമിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിയോനായിട്ട് കൺസൾട്ട് ചെയ്യാനോ എന്തെങ്കിലും ഇഞ്ചുറി വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ, അല്ലെങ്കിൽ ഇൽനെസ് വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു പ്ലെയറിനെ പുറത്തേക്ക് പോകാൻ അലോ ചെയ്യുള്ളൂ. അങ്ങനെ പോവുകയാണെങ്കിൽ അത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ആണെങ്കിൽ നമ്മൾ നോ പ്രോബ്ലം, നമുക്ക് എനി ടൈം അദ്ദേഹത്തിന് വന്നിട്ട് ബാറ്റിങ്ങോ ബോളിങ്ങോ ചെയ്യാം. പക്ഷേ എക്സ്റ്റേണൽ മീൻസ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കൈമുറിയ, എക്സ്റ്റേണൽ ബ്ലോ ഉണ്ടാവുക, നമുക്കറിയാം ഒരു ബോൾ വന്ന് കൊണ്ടു കൈയിന്റെ അവിടെ, നമുക്ക് മനസ്സിലായി ഓൺ ഫീൽഡ് അമ്പയറിന് മനസ്സിലായി അത് എക്സ്റ്റേണൽ ബ്ലോ ആണ്, ശരിക്കും ഒരു ഇഞ്ചുറി ഉണ്ട് എന്നുള്ളത്. അതാണ് എക്സ്റ്റേണൽ ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇന്റേണൽ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ പുൾഡ് മസിൽ, എനിക്ക് മസിൽ പിടിച്ചു, വയറുവേദന, അത് വേണമെങ്കിൽ അവർക്ക് നുണയായിട്ടും പറയാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല. പക്ഷെ അത് വിചാരിച്ച് നമുക്ക് അവർക്ക് ഇഞ്ചുറി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വയറുവേദന എടുക്കുന്നു, പക്ഷെ നമുക്ക് വിസിബിൾ അല്ല. ബട്ട് ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അലവ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ എത്ര സമയമാണോ കയറിയിരിക്കുന്നത് അത്രയും സമയം നിങ്ങൾ വന്ന് ഫീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബാറ്റിങ്ങിനും അതുപോലെ തന്നെ ബൗളിങ്ങിനും ഉള്ള ഒരു ഇത് കിട്ടുള്ളൂ. ടൈം നോക്കുന്നത് അതെല്ലാം TV അമ്പയർ ആണ് നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 8 മിനിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഈ ഒരു പെനാൽറ്റി കൊടുക്കുന്നത്, ഇത്രയും സമയം നിൽക്കുന്നത്. 8 മിനിറ്റ് താഴെയാണെങ്കിൽ അവർക്ക് എനി ടൈം നോർമലായിട്ട് 8 മിനിറ്റ് താഴെയാണ്. ഈ IPL നമ്മൾ കണ്ട ഒരു സംഭവമാണ് വൈഡിന് റിവ്യൂ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈഡിന് റിവ്യൂ കൊടുക്കുന്ന ഒരുപാട് ടൈമും, അതായത് ഒരു നിശ്ചിത ടൈമിനുള്ളിൽ ഇത്രയും ഓവർ എറിഞ്ഞ് തീർക്കണം അങ്ങനെ ഉണ്ടല്ലോ. പക്ഷേ ഈ IPL പല മത്സരങ്ങളും നമ്മളിപ്പോൾ 7:30 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ അത് 11:40 12 മണിയൊക്കെ ആവാറുണ്ട്. അപ്പോൾ പലപ്പോഴും വൈഡിൻ റിവ്യൂ കൊടുത്തിട്ടാണ് ഈ സമയം പോകുന്നത് കാണാറുള്ളത്. അപ്പോൾ ഈ വൈഡിൻ റിവ്യൂ കൊടുക്കുന്ന എത്രത്തോളം അതിൻ്റെ ഡിസിഷൻ എടുക്കുമ്പോൾ എത്രത്തോളം ശ്രമകരമാണത്? ഓക്കെ, ഈ വൈഡ് റിവ്യൂ വന്നു തുടങ്ങിയിട്ട് IPL-ലാണ് വൈഡ് റിവ്യൂ വന്നിട്ടുള്ളത്. കഴിഞ്ഞ 3 കൊല്ലമായിട്ടാണ് ഈ വൈഡ് റിവ്യൂ വന്നിട്ടുള്ളത്. ഈ വൈഡ് റിവ്യൂ വരുന്നത് എന്താ കാരണം എന്ന് വെച്ചെങ്കിൽ 2020 മാച്ചാണ്. ഒരു റൺസിന് പോലും അല്ലെങ്കിൽ ഒരു ബോളിന് പോലും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള മാച്ചുകൾ ഒരുപാട് നടക്കുന്നത്. ഒരു ബോൾ ഉണ്ടെങ്കിൽ 6 റൺസ് ആവാം, ചിലപ്പോൾ അടുത്തത് ടൈ ആവും മാച്ച്. അപ്പോൾ ഒരു റൺസിനൊക്കെ കളികൾ വളരെ റിസൾട്ടൊക്കെ വളരെ നിർണായകമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായ കാരണമാണ് ഈ വൈഡിൻ്റെ റിവ്യൂ കൂടി വെച്ചത്. കാരണം ഒരു അമ്പയറിൻ്റെ തെറ്റായ ഡിസിഷൻ കൊണ്ട് ആ ഒരു ടീമിന് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടാവരുത്, അൺഫെയർ ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ വൈഡ് റിവ്യൂ വെച്ചിട്ടുള്ളത്. ഈ വൈഡ് റിവ്യൂ വയ്ക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണം. ബോള് ബാറ്റിൽ തട്ടിയോ, ബോള് ബാറ്ററുടെ സ്ട്രൈക്കറുടെ പേഴ്സണൽ തട്ടിയോ, ഇത് കറക്റ്റ് ലൈൻ വഴി ഇത് ലൈനിന്റെ പുറത്ത് തന്നെയാണോ, ബാറ്റർ മൂവ് ചെയ്തോ, ബാറ്റർ ഏത് പൊസിഷനിലായിരുന്നു നിൽക്കണ്ടായിരുന്നത്, ഇതെല്ലാം നോക്കുമ്പോൾ ടൈം എടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുട്ബോൾ പോലെ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ പോലെ ഒരു മൊമെന്റം ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗെയിം അല്ല ക്രിക്കറ്റ്. ക്രിക്കറ്റിന് മൊമെന്റം ഉണ്ട്, മൊമെന്റം ഇല്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഫുട്ബോളൊക്കെ ആണെങ്കിൽ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു ഫൗൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ മൊമെന്റം പോയി. പക്ഷെ ക്രിക്കറ്റിൽ ഒരു ഓൺ ഓഫ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബോൾ എറിയാൻ പോകുന്ന സമയം മുതൽ ആ ബോൾ ഡെഡ് ആകുന്ന വരെയുള്ള സമയമാണ് ഒരു മൊമെന്റം. പിന്നെ അതിൻ്റെ ഇടയിൽ ബ്രേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബ്രേക്കുകൾ ഒരുപാടുള്ള ഗെയിമാണ് ക്രിക്കറ്റ്. എന്നാലും ഒരു ടോട്ടലി ഒരു മൊമെന്റം ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു ടീം നന്നായി ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പൊ അതിനൊരു ബ്രേക്ക് വരുമ്പോൾ അവരുടെ ആ മൊമെന്റം പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബാറ്റർ നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ വൈഭവിനെ പോലത്തെ ഒരു ബാറ്റർ അല്ലെങ്കിൽ ഉറുവിൽ പട്ടേൽ ആ ഒരു CSK മാച്ചിൽ 8 ബോളിൽ 40-48 റൺസ് അടിച്ചു. അപ്പൊ അതിനൊരു ബ്രേക്ക് വരുമ്പോൾ അവന്റെ ആ മൊമെന്റം പോകും. അതല്ലാതെ ടോട്ടൽ മാച്ചിന്റെ ഒരു മൊമെന്റ്, അതായത് ഒരു കളി സ്റ്റാർട്ട് ചെയ്ത് തീരുന്ന വരെയുള്ള ഒരു മൊമെന്റം ക്രിക്കറ്റിനില്ല. കാരണം ഓരോ ബോളിനും ഓരോ ഇതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അപ്പീല് വന്നു, അതിന് കുറച്ച് ടൈം കൂടുതൽ എടുത്തു എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് നല്ല ഡിസിഷൻ കൊടുക്കുക എന്നുള്ളതാണല്ലോ. കളീനെ ബാധിക്കാത്ത രീതിയിൽ നല്ല ഡിസിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഡിസിഷൻ ചിലപ്പോൾ കളീനെ ബാധിച്ചു കഴിഞ്ഞാൽ ആ റിസൾട്ടിനെയും ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ടൈം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് കുറച്ചുകൂടി റെക്ടിഫൈ ചെയ്ത് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ടെക്നോളജിയിൽ വന്ന് പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കാവുന്നതാവും. പക്ഷെ നമുക്ക് ഈ വൈഡിന്റെ പ്രത്യേകത ഇതാണ്. ബാറ്റിൽ ആദ്യം ലൈൻ നോക്കും, പിന്നെ അത് ബാറ്റിൽ കൊണ്ടോ പേഴ്സണൽ കൊണ്ടോ എന്നുള്ളത് നോക്കണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ വൈഡ് ആവാതിരിക്കുകയുള്ളൂ. അപ്പൊ ഇതെല്ലാം പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അല്ല, ഈ ടൈമൊക്കെ എതിർ ടീമിന്റെ ക്യാപ്റ്റന് ചിലപ്പം ഫൈനായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ഈ ടൈം അപ്പൊ ഏത് ഗണത്തിലാണത് പെടുക? ഇല്ല, നേരത്തെ TV അമ്പയറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ TV അമ്പയർ ഇത് നോട്ട് ചെയ്യണം. ടൈം അലവൻസിൽ വരുന്നതാണ്. അപ്പോൾ ഒരു റിവ്യൂ വരുമ്പോൾ ആ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ആ റിവ്യൂ സമയം കഴിയുന്നവരെ ടൈം അലവൻസിൽ വരും.
അലവൻസസ് നമ്മൾ ഒരിക്കലും ഇതിൽ കൂട്ടില്ല. അലവൻസസ് ഇല്ലാത്ത ടൈം വെച്ചിട്ടാണ് ഇവരുടെ ഇത് കാൽക്കുലേറ്റ്. അത് ഇഞ്ചുറി ടൈം, അലവൻസസ്, പിന്നെ അതുപോലെ തന്നെ സ്ട്രാറ്റജി ടൈം ഔട്ട്, ഇതൊന്നും നമ്മൾ കൂട്ടില്ല. അല്ലാത്ത ടൈമുകൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇവിടെ ഇൻഫീൽഡ് പെനാൽറ്റി ആണെങ്കിലും മിനിമം ഓവർ റേറ്റ് ഒക്കെ ആണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുന്നത്.